ഗൗസുൽ ആലം എന്ന് ആരാണ് ആദ്യം വിളിച്ചത്? യാ ഗൗസുൽ ആലം എന്ന് അല്ലാഹു വിളിച്ചോവർ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസപ്രകാരം സൃഷ്ടികളിൽ വച്ച് ഏറ്റവും മഹത്വമുടയവനാണ് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ, നമ്മുടെ വിഷയത്തിൽ അങ്ങേയറ്റം തൽപരനായ നമ്മുടെ പ്രവാചകൻ, ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുക, ആദരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാചകൻ്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണമെന്നുള്ളത്. അതാ പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കലുമാണ്. ആ പ്രവാചകനേക്കാൾ ഉയർന്ന സ്ഥാനമുള്ള ഒരു സൃഷ്ടിയുമില്ല. പ്രവാചകന്മാർ ഉയർന്ന സ്ഥാനമുള്ളവരാണ്, മഹത്വമുടയവരാണ്. അതിൽ തന്നെയും ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാർ പ്രത്യേകതയുള്ളവരാണ്. അള്ളാഹു പ്രത്യേകം സ്വീകരിച്ചവരാണ്. അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു ഉസ്താദ് ഞങ്ങളാണ് പ്രവാചക സ്നേഹികളെന്ന് സ്വയം വാദിക്കുന്ന, മറ്റുള്ളവർ യഥാർത്ഥ പ്രവാചക സ്നേഹികളെ പുത്തംവാദിയാക്കുന്ന ചില ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരുടെ സംസാരങ്ങളിൽ ഒരു സംസാരം കേൾക്കാനിട വന്നപ്പോൾ പ്രവാചകനേക്കാൾ, അമ്പിയാക്കന്മാരെക്കാൾ, ഔലിയാക്കന്മാരെക്കാൾ വലിയ സ്ഥാനത്തിലേക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടുവയ്ക്കുന്ന, പ്രവാചകനൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ഗൗസുൽ ആലം എന്ന് ആരാണ് ആദ്യം വിളിച്ചത്? യാ ഗൗസുൽ ആലം എന്ന് അല്ലാഹു വിളിച്ചോവർ. അപ്പോൾ ഗൗസുൽ ആലം എന്ന ഒരു സ്ഥാനം അത് ആര് കൊടുത്തു? അള്ളാഹ് കൊടുത്തു എന്നാണ്. എവിടെ ഉള്ളത്? ഖുർആനിലെ സുന്നത്തിലുണ്ടാവില്ല, പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ കഴിയില്ല. പിന്നെ ഇവരുടെ വാറോലകളായ ചില മാലകളിലും മൗലൂദുകളിലും മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതേതായാലും നമുക്ക് വിശ്വാസികളെന്ന നിലയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്തതുമാണ്. ഏതായാലും അദ്ദേഹം പറയുന്ന സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഈ സംഗതികൾ വളരെ ഗൗരവമേറിയ വിഷയമായതുകൊണ്ടാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹ് വിളിച്ചു എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ പേരിൽ ഒന്നാമത് കളവ് പറയാൻ, അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാത്തത് പറയുകയാണ്. അത് തന്നെ വലിയ അപരാധം. അള്ളാഹുവിനെക്കുറിച്ച് കളവ് പറയുക എന്നത് വലിയ അപരാധമാണ്. ഇനി അദ്ദേഹം പറയുന്നത് എന്താണ്? മുഹീദ്ദീൻ ഷെയ്ഖ് എന്നത് ഗൗസുൽ ആലമാണ് എന്ന്. ശരി, എന്താണ് ഗൗസുൽ ആലം? അതുകൂടി അദ്ദേഹം പറയട്ടെ. അല്ലാഹുവാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഗൗസുൽ ആലം എന്ന് വിളിച്ചത്. അല്ലാഹു കൊടുക്കുന്ന ഡിഗ്രിയാണ് ഗൗസ്, ഖുതുബ്, വലിയ, ഖുതുബുൽ അഖ്താബ്, നുജബാ, നുഖബാ, അബ്ദാലി, ഖാദിമ്, മുരീദ്. ഔലിയാക്കളിൽ വലിയ വലിയ കാറ്റഗറി ഉള്ളവരുണ്ട്. അതിലേറ്റവും വലിയ കാറ്റഗറിയാണ് ഖുതുബുൽ അഖ്താബ്, ഗൗസുൽ ആലം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഔലിയാക്കളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, വലിയ സ്ഥാനമുള്ളവരുണ്ട്, എന്നാൽ അത്ര തന്നെ പദവിയിലെത്താത്തവരുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ടോപ്പ് ഡിഗ്രിയാണ്, ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഖുതുബുൽ അഖ്താബ്, അതുപോലെ തന്നെ ഗൗസുൽ ആലം എന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഖുതുബുൽ അഖ്താബ് അല്ലെങ്കിൽ ഗൗസുൽ ആലം ആരാണ്? അതുകൂടി അദ്ദേഹം പറയട്ടെ. ഇതിന്റെ മീതെ പിന്നൊരു ഡിഗ്രി ഔലിയാക്കളുടെ ലോകത്തില്ല. അതാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് എനിക്കവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. അപ്പം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ല, അദ്ദേഹത്തിന് ഏറ്റവും ടോപ്പ് ദർജയാണ്. അതിന് മുകളിൽ ആരുമില്ല. അത് അള്ളാഹ് കൊടുത്ത പദവിയാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവാണ് അങ്ങനെ വിളിച്ചത് എന്നും പറയുന്നു. ഇതിന് പ്രമാണം ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല, ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല, സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാനേ പാടില്ല. ഇനിയോ ഖുർആനിലും സുന്നത്തിലൊന്നും ഇല്ലെങ്കിലും മാലയിലും മൗലൂദിലൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഇനി മാത്രമല്ല, ഏറ്റവും ടോപ്പ് ദർജയാണല്ലോ ഖുതുബ് അഖ്താബ് എന്നതൊക്കെ. അപ്പോൾ പ്രവാചകൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കും? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽക്കാണ് പ്രവാചകൻ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് പ്രവാചകൻ. ആ പ്രവാചകനെ നമ്മൾ ഏറ്റവും ടോപ്പായിട്ടാണ് കാണുന്നത്. ഏറ്റവും ടോപ്പ് ദർജയിൽ പ്രവാചകനാണ്.
അതിന് താഴെയാണ് ബാക്കിയുള്ളത്. സൃഷ്ടികളിൽ വെച്ച് തന്നെ, അത് മനുഷ്യരെന്നല്ല, ജിന്നുകളെന്നല്ല, മലക്കുകളെന്നല്ല, ഏത് സൃഷ്ടി എടുത്തു വച്ചാലും അതിലേറ്റവും ടോപ്പ് ദർജയുള്ളത് പ്രവാചകനാണ്. അമ്പിയാക്കന്മാർക്ക് സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ ചില പദവികൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, ചില ശ്രേഷ്ഠതകളും അവർക്കുണ്ട്. 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ വന്നുപോയിട്ടുണ്ട്. അതിൽ തന്നെ 25 പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ 25 പ്രവാചകന്മാരിൽ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെയും ശ്രേഷ്ഠനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരപ്രകാരം പ്രവാചകനൊക്കെ താഴ്ത്തട്ടിലാണ്. അതിനേക്കാൾ മുകളിലാരാണ്? കുത്തുബുൽ അഖ്താബായ ഔലിയാക്കന്മാരുടെ നേതാവായ എന്ന് പറഞ്ഞ് അവർ പരത്തിക്കുകയാണ്. ഔലിയാക്കന്മാരുടെ നേതാവാരാണ് എന്നത് തന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും ഒന്ന്, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞു, ഇല്ലാത്ത ആരോപണമുണ്ടാക്കി പറഞ്ഞു. രണ്ടാമത്തത് പ്രവാചകനെ ഇകഴ്ത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇകഴ്ത്തിയും കളവ് പറഞ്ഞു, അവരുടെ മേൽ കളവ് പറഞ്ഞുമാണ് ഇവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്രവാചകനെ ഇകഴ്ത്തുകയാണ്, പ്രവാചകനേക്കാൾ ടോപ്പ് ദർജയുള്ള ആളുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. ഇനി പ്രവാചകനേക്കാൾ ടോപ്പ് ദർജയുള്ള ആരാ ഒരു പ്രവാചകനാണോ അല്ലെങ്കിൽ ഒരു നബിയാണോ? അല്ല, സാധാരണക്കാരനായി ജനിച്ച് മരിച്ച് പോയ ഒരു അള്ളാഹുവിൻ്റെ ഒരു ദാസൻ. അദ്ദേഹം ഒരുപക്ഷെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നന്മകൾ ചെയ്തിട്ടുണ്ടാവും, ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ വലിയായിരിക്കാം. പക്ഷേ ഒരു പ്രവാചകനോ ഒരു നബിയോ അല്ലാത്ത ആളിനെ ആ പ്രവാചകനേക്കാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ടോപ്പ് ദർജയിലേക്ക് എത്തിക്കുക എന്നത് പ്രവാചകനെ നിന്ദിക്കലാണ്. ഇനി തീർന്നില്ല, അദ്ദേഹം പറയട്ടെ ബാക്കി ഭാഗങ്ങൾ. ആരുണ്ടതെന്റെ മഖാമീനതെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊൽവീനതെന്നോവർ. അപ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ആ ഒരു ദർജയിലേക്ക് എത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൊല്ലൂ, പറയൂ. വെല്ലുവിളിക്കുകയാണ്. ആരും ഇല്ലയെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി പറയാണ്. ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ തെളിവില്ല. ഖുർആനിലുണ്ടോ? ചോദിക്കാൻ പാടില്ല. സുന്നത്തിലുണ്ടോ? ചോദിക്കാനേ പാടില്ല. ഇനി ഏതെങ്കിലും വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന ഗ്രന്ഥങ്ങളിൽ, ആധികാരികമായ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. പിന്നെന്തിലുള്ളത്? അവരുടെ വാറൊലകളായ മാലയിലും മൗലൂദിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേപോലെയുള്ള ചില ഉസ്താദുമാർ ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന, ആത്മീയ ചൂഷണം നടത്തുന്ന ഇതുപോലെയുള്ള ഉസ്താദുമാർ പറയുന്നതല്ലാതെ ഇസ്ലാമിന് യാതൊരു പ്രമാണവുമില്ല. ഇസ്ലാമിൽ ഈ പറഞ്ഞ വാദത്തിന് യാതൊരു പ്രമാണവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പല ഉസ്താദുമാരും പല പോരിശകളും പലരെക്കുറിച്ചും പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം അള്ളാഹുവിൽ നിന്ന് മാറ്റി പടപ്പുകളിലേക്ക് ഇത്തരം ചില ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, മഹത്തുക്കൾ എന്ന് അറിയപ്പെടുന്ന ആളുകളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുമെല്ലാം മൊഹീദ്ദീൻ ഷെയ്ഖിനും മറ്റുള്ളവർക്കും നൽകാൻ ചില ആളുകളാകട്ടെ റിഫായി ഷെയ്ഖ്. ഇനി റിഫായി ഷെയ്ഖിനെ പൊന്തിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ടീം നേരെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ പൊന്തിച്ചു വരാൻ നോക്കും. അങ്ങനെ പരസ്പരം അടിയാണ്. ആര് ഔലിയയാണ് ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും സംസാരങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും വിശ്വാസി സമൂഹം കരുതിയിരിക്കുക, ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു പ്രമാണമില്ല. ഇവർ പറയുന്ന ന്യായങ്ങൾക്ക്, വാദങ്ങൾക്ക് ഇസ്ലാമിൽ പ്രമാണമില്ല. മറിച്ച് പ്രമാണം എന്താണുള്ളത്? അഷ്റഫുൽ ഖൽഖ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ. ഇവരുടെ കപട സ്നേഹമല്ല, ഒരു റബീഉൽ അവ്വൽ 12 വരുമ്പോൾ മാത്രം കാണിക്കുന്ന സ്നേഹമല്ല. അവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കുള്ള അർത്ഥങ്ങളിലേക്ക് പോകണമെങ്കിൽ മുജാഹിദിൻ്റെ വീടെത്തിയാൽ അവരുടെ സ്നേഹം കൂടുതൽ കൂടുന്നതാണ്. അതാണ് അവരുടെ സ്നേഹം. ഇനി മുജാഹിദിൻ്റെ വീട് അടുത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ലൗഡ് സ്പീക്കറുകൾ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. അതാണ് അവരുടെ സ്നേഹം. പ്രവാചക സ്നേഹം എന്ന് വെച്ചാൽ അടുത്ത് മുജാഹിദിൻ്റെ വീടുണ്ടോ അവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ലൗഡ് സ്പീക്കർ വെക്കുക, ഇല്ലെങ്കിൽ വെക്കേണ്ടതില്ല. മുജാഹിദിനെ കാണുകയാണെങ്കിൽ കൂലു തക്ബീർ അല്ലാഹു അക്ബർ ഉറച്ചു വിളിക്കുക, എന്നിട്ട് അല്ലാത്ത സമയത്ത് മൊയ്തീൻ ഷെയ്ഖെ എന്ന് വിളിക്കുക. ഇതാണ് ഇവരുടെ പരിപാടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവരെ കരുതിയിരിക്കുക. ഇവർ ഇസ്ലാമിനെ തകർക്കാനും അതുപോലെ ഇസ്ലാമിൽ നിന്ന് ആളുകളെ ശരിയായ പ്രമാണങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്
തൗഹീദിൽ നിന്ന് ആളുകളെ വലിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവരുടെ ആമാശയം അത് നിറയ്ക്കാനും വേണ്ടിയിട്ടുള്ള പണികൾ എടുത്തുകൊണ്ടേയിരിക്കും എന്നത് കരുതിയിരിക്കുക. ആത്മീയ ചൂഷണങ്ങളിൽ വീഴാതെ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിനെ ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് സ്വഹാബികൾ എങ്ങനെയാണോ ആചരിച്ചത് ആ രൂപത്തിൽ ആചരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.